അയ്യാ വണക്കം. ഹോ, പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്ത്. കേട്ട് ഇവിടെയുള്ള സുഡാപ്പികളെ കാതിൽ തഴമ്പ് വന്നാൽ പോലും യവന്മാർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എന്നെനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. അമേരിക്ക ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ യവന്മാർ ഉടനെ അമേരിക്കയുടെ കൂടെ കയറി നിൽക്കും. യവന്മാരുടെ തന്തയുടെ സ്ഥാനം വഹിക്കുന്നത് ആ സമയം അമേരിക്കയായിരിക്കും. അതേസമയം അമേരിക്ക ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാലോ ഉടനെ യവന്മാർ ഇന്ത്യയെ തെറി വിളിച്ചു തുടങ്ങും. അമേരിക്കയുടെ ഷൂ നക്കിയിട്ടാണ് അമേരിക്ക ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയുന്നത് എന്നാണ് യവന്മാരുടെ പക്ഷം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും അല്ലാത്ത സമയത്ത് ഖമേനി എന്ന് പറയുന്ന വേട്ടാവളിയനെ അടിച്ചു കൊന്നതിൻ്റെ പേരിൽ അമേരിക്കയുമാർ തെറി വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ അമേരിക്കയുടെ ഷൂ നക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള GCC രാജ്യങ്ങൾ യവന്മാരുടെ പിതൃരാജ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ മിസ്റ്റർ സുഡാപ്പി എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ തൊട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. പച്ചക്കള്ളം ഇങ്ങനെ വാർത്തയായിട്ട് ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്ക് അമേരിക്കയുടെ അനുമതി. എന്തിനാണ് ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ മേടിച്ചോ, ഒരു 30 ദിവസത്തേക്കല്ലേ ധൈര്യമായിട്ട് മേടിക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള സകല മാധ്യമങ്ങളും വാർത്ത അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ അനുമതി, ഇതാണ് വാർത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നില്ല. നേരത്തെ അമേരിക്ക നമ്മളെ വിരട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തി. എന്നിട്ട് അമേരിക്ക ഇപ്പോൾ പറയുകയാണ് റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ മേടിച്ചോ എന്ന് അമേരിക്ക പറയുമ്പോൾ നമ്മൾ ഓതമ്പ്ര എന്ന് പറഞ്ഞ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ ആ വാർത്ത വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ വേട്ടാവളിയന്മാർക്ക് പറഞ്ഞു കൊടുത്ത അവന്മാർക്ക് മനസ്സിലാവില്ല. കാരണം ഇവന്മാർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യ മുടിഞ്ഞു കണ്ടാൽ മതി എന്നുള്ളൊരു ടീമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ അതാണ്ടേ കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി, അതായത് 2026 ഫെബ്രുവരി വരെയും ഇപ്പം മാർച്ച് 6 അതായത് കഴിഞ്ഞ ദിവസം വരെ എടുക്കാം. മാർച്ച് 5 വന്ന റിപ്പോർട്ടാണ്. ഇന്നാണല്ലോ ഡൊണാൾഡ് ട്രംപിന് ബോധോദയം ഉണ്ടായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എണ്ണ മേടിച്ചോ നിങ്ങൾക്ക് ഇളവുണ്ടെന്ന്. മാർച്ച് 5 വരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് ഇന്നേ ദിവസം വരെയും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇതുവരെയും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതെന്ന്. ട്രംപ് വിരട്ടിയിട്ടും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. അത് കഴിഞ്ഞേ സൗദി അറേബ്യ പോലും വരൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെല്ലാം സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ ഓൾറെഡി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഞങ്ങൾ അനുമതി തന്നിരിക്കുന്നു. ഇവൻ്റെ തലയ്ക്ക് വല്ല ഓളവുണ്ട് എന്നാണ് നാട്ടുകാർ മൊത്തം ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ഈസ് എ ഡെഡ് എക്കണോമി എന്ന് പറയുമ്പോൾ യവന്മാരെ തന്ത ട്രംപാവും. എന്നിട്ട് യവന്മാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യും. ട്രംപ് പറഞ്ഞത് കേട്ടാ ഇന്ത്യ ഒരു മരിച്ച എക്കണോമിയാണെന്ന്. പിന്നെ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യവന്മാർ ഇന്ത്യയെ കുറ്റം പറയും. ട്രംപ് ആരാണ് നമ്മളെ പറയാൻ ട്രംപ് ആരാണ്? ട്രംപാണോ തീരുമാനിക്കുന്നത് ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന്? ട്രംപിനെ യവന്മാർ എതിർക്കും. മറ്റേതിൽ ട്രംപിനെ യവന്മാർ അനുകൂലിക്കും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ കൊണാണ്ടറായിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ട്. അവൻ്റെ പേര് US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലൻഡോ സെറ്റ് അറ്റ് റൈസീന ഡയലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം എന്താണ് പറയുന്നതെന്ന്. But again, India should understand that we're not going to make the same mistakes with India that we made with China 20 years ago in terms of saying, we're going to let you be able to develop all these markets, and then the next thing we know, you're beating us in a lot of commercial things. We're going to make sure that whatever we do is fair to our people, because ultimately we have to be accountable to our own people, just as the government of India has to be accountable to its people. So again, I think on the commercial economic front, it's incredibly bright. ക്രിസ്റ്റഫർ ലണ്ടായു എന്ന് പറയുന്ന വേട്ടാവളിയനാണ് ഇത് പറയുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പച്ചയ്ക്കങ്ങ് തുറത്ത് പറയാണ്, ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ ഞങ്ങൾ വളരാൻ അനുവദിക്കില്ല. ഇന്ത്യയെ ലോകശക്തിയായി മാറാൻ അനുവദിക്കില്ല. ആരെപ്പോലെ? ചൈനയെപ്പോലെ. 20 വർഷം മുമ്പ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയോ ചൈന ലോകശക്തിയായി മാറി. യവന്മാർ വിചാരിച്ചത് ചൈന യവന്മാരുടെ വരുതിയിൽ നിൽക്കുമെന്നാണ്. പക്ഷേ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, ആ രാഷ്ട്രീയക്കാരൻ്റെ പെട്ടി പിടിക്കുന്ന ഒരുത്തൻ കാണും. ആ പെട്ടി പിടിക്കുന്നവൻ ഈ രാഷ്ട്രീയക്കാരന് വയസ്സാകുമ്പം കയറി എന്താവും?
MP MLA ഒക്കെ ആവും. എന്നിട്ട് ഇവൻ്റെ ഗുരുവായിട്ടുള്ളവനെ പുറംകാലം കൊണ്ട് ചവിട്ടിക്കളയും. അപ്പോൾ അമേരിക്ക വിചാരിച്ചത് ചൈനയെ വളർത്തി കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചൈനയെ വെച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ നേരിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ചൈന എന്ത് ചെയ്തു, വളർന്നു കഴിഞ്ഞപ്പം ഞാനാണ് അടുത്ത അമേരിക്ക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഇന്ത്യയെ ഞങ്ങൾ വളരാൻ അനുവദിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലാണ് എപ്പോഴും പ്രശ്നങ്ങളും സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം വന്നല്ലോ, ഇവിടെയുള്ള സുഡാപ്പി തെണ്ടികൾ പറയുന്നുണ്ട് ഇന്ത്യ ഇതുവരെ ഒന്നും അപലപിച്ചില്ല, ഇന്ത്യ അത് ചെയ്തില്ല, ഇന്ത്യ ഇത് ചെയ്തില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്ത്രമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ഒരു യുദ്ധത്തിൽ കുരുക്കുക. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നത് കണ്ടോ? ആ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നമുക്ക് പുറമേ നിന്ന് കാണാൻ നല്ല രസമാണ്. റഷ്യയുടെ നട്ടല്ലൊടിഞ്ഞ് പണ്ടാതെ അടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കൊണ്ടും അവിടെ നിന്ന് ആയുധങ്ങൾ മേടിക്കുന്നത് കൊണ്ടുമാണ് റഷ്യ ഒന്നിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇനി ഇന്ത്യയെ കൂടെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ വലിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇന്ത്യയുടെ നട്ടല് ഒടിയും, സാമ്പത്തിക നില തകരും, ഇവിടെ പെട്രോളിന് വില കൂടും. ഇന്ത്യ യുദ്ധത്തിലോട്ട് പോ, ഖമനയെ അടിച്ചു കൊന്ന് അമേരിക്കയെ പോയി ചൊറി എന്ന് പറയുന്ന ഈ സുഡാപ്പികൾ തന്നെ തെരുവിലിറങ്ങി അയ്യോ പെട്രോളിന് വില കൂടും എന്ന് പറഞ്ഞ് ഇവന്മാർ ഇന്ത്യക്കകത്തൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കും. ഇതിനെല്ലാം ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നയതന്ത്രം എന്ന് പറയുന്നത്. ആ നയതന്ത്രം തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ളവർക്ക് പറഞ്ഞതാണ്. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്തവന്മാരാണ് മോദിയെ ഇരുന്നിങ്ങനെ ചൊറിയുന്നത്. മോദി യുദ്ധത്തിന് അതായത് ഇത് വികാരം കൊണ്ട് വരേണ്ട ഒരു സാധനമല്ല നയതന്ത്രം, വിവേകം കൊണ്ട് വരേണ്ട ഒരു സാധനമാണ് എന്നുള്ളതാണ്. വികാരം കൊണ്ട് വരുന്നവന്മാരാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എഴുതി വിടുന്നത്. ഐ മീൻ ദ സോ കോൾഡ് നോ ഡാഡി സിൻഡ്രോം ഉള്ളവന്മാരാണ് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം. അമേരിക്ക തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ഞങ്ങൾ എതിർക്കും, ഇന്ത്യയെ വളരാൻ അനുവദിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്ന സംഭവം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് നിരന്തരം അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ഫെബ്രുവരി വരെ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത്. ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞോ? പറയില്ല. കാരണം എന്താ? ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചു. എത്ര ദിവസത്തെ ഇളവ്? 30 ദിവസത്തെ ഇളവ്. എന്തുകൊണ്ടാണ് ഈ ഇളവ് അനുവദിച്ചതെന്ന് അറിയാമോ? ഇളവ് അനുവദിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ആപ്പീസ് പൂട്ടിപ്പോവും. കാരണം ഇന്ത്യയെ ഇപ്പോൾ അവർക്ക് വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചുകൂടെ അന്തരാളങ്ങളിൽ ഊളിയിട്ടിറങ്ങിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ എണ്ണ സപ്ലൈ ഭീഷണി നടക്കുകയാണ്. അതായത് ഇറാനിൽ യുദ്ധം തുടങ്ങി, ആ GCC രാജ്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയുള്ള എണ്ണപ്പാടങ്ങളും ഓയിൽ റിഫൈനറികളും അടച്ചിട്ടിരിക്കുകയാണ്. ഖത്തറിലാണെങ്കിൽ ഗ്യാസ് പ്രതിസന്ധി. ഖത്തറിൽ നിന്ന് യൂറോപ്പിലോട്ടടക്കം ഗ്യാസ് പോകുന്നില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും, പാകിസ്ഥാനിലോട്ട് 99% ഗ്യാസും അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നതാണ്. പാകിസ്ഥാനാണെങ്കിൽ മുടിഞ്ഞ് പണ്ടാരം തുടങ്ങാൻ പോകുന്നത്, ബംഗ്ലാദേശ് ആണെങ്കിൽ മുടിയുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? കുറേ കാലമായിട്ട് അവന്മാർ പറയുന്നുണ്ടല്ലോ മോദി പെട്രോളിന് വില കുറയ്ക്കുന്നില്ല, പെട്രോളിന് വില കുറയ്ക്കുന്നില്ല എന്ന്. പെട്രോളിന് വില കുറച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ 2 ലിറ്റർ പെട്രോൾ അടിക്കും. പെട്രോളിന് ഒരു 50 രൂപയ്ക്ക് നമുക്ക് 1 ലിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചിടും. ഫുൾ ടാങ്ക് അടിയിടാന്ന് പറയും. അങ്ങനെ പെട്രോൾ കൂടുതൽ ചിലവാകും നമ്മുടെ നാട്ടിൽ. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. ഓസിന് കിട്ടിയ ആസിഡ് നക്കി തിന്നുന്ന ടീമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പെട്രോൾ 50 രൂപയ്ക്ക് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ ഉപയോഗം കൂടും പെട്രോളിൻ്റെത്. അങ്ങനെ ഉപയോഗം കൂടിയാൽ എന്ത് ചെയ്യും? ഇന്ത്യ കൂടുതൽ പെട്രോൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇന്ത്യ കൂടുതൽ പെട്രോൾ ഇറക്കുമതി ചെയ്താൽ എന്ത് സംഭവിക്കും? ഇപ്പം മോദി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ GCCയിൽ പ്രതിസന്ധി വന്നാലും ഓയിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും 75 ദിവസത്തേക്കുള്ള ഓയിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പെട്രോൾ 50 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഉപഭോഗം കൂടും. ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ എണ്ണ ഇല്ലാതെ വരും എന്നുള്ളത് ഒരു കാര്യം. ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ എണ്ണ വേണം. ഇപ്പോൾ പെട്രോളിന് 107 രൂപയാണ് ഇന്ന് തിരുവനന്തപുരത്തെ വില എന്ന് പറയുന്നത്. പക്ഷേ ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെ 100 രൂപയ്ക്ക് താഴെയുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ പെട്രോളിന് ടാക്സ് മേടിക്കുന്നത് നമ്മുടെ പിണറായി സർക്കാരാണ്. ഇന്ന് കേന്ദ്രം പോലും അല്ല കേരളത്തിൽ നിന്ന് ടാക്സ് ഏറ്റവും കൂടുതൽ പിഴിഞ്ഞുകൊണ്ട് പോകുന്നത്. പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ പെട്രോളിൽ നിന്ന് ടാക്സ് പിഴിഞ്ഞുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. കേന്ദ്രം അവിടെ പെട്രോളിന് വില കുറയ്ക്കുമ്പോൾ ഇവിടെ നമ്മുടെ ധനമന്ത്രിയാണ് ഇവിടെ നിലവിളിക്കുന്നത്. അയ്യോ കുറയ്ക്കില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. എന്നിട്ട് ആ നിലവിളിയൊക്കെ ഇങ്ങനെ മാറ്റി ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറയും വളരെ നല്ല കാര്യമാണ് പെട്രോളിന് വില കുറച്ചത്. ഇവിടെ കുറയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉടനെ ഒരു നോട്ടം നോക്കിയിട്ട് പറയാം അവിടെ കുറച്ചല്ലോ അതൊക്കെ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എണ്ണ സപ്ലൈ ഭീഷണിയുണ്ട്. ഈ GCC രാജ്യങ്ങളിൽ നിന്ന് എണ്ണ സപ്ലൈ പോകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ എണ്ണ സപ്ലൈ ഭീഷണി വരുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യം, ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞു. ഏകദേശം 20% എണ്ണ സപ്ലൈ അതുവഴിയാണ് പോകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. യുദ്ധം കാരണം ടാങ്കറുകൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇൻഷുറൻസ് കിട്ടാത്തതിൻ്റെ അഭാവമുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇനി അടുത്തത്, ലോകത്ത് എണ്ണ വില എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പെട്ടെന്ന് കുതിക്കാൻ പാടില്ല. അത് പെട്ടെന്ന് കുതിക്കാതിരിക്കാൻ ഇന്ത്യ എന്ത് ചെയ്യണം? റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചേ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എണ്ണ കിട്ടാതെ പോയാൽ ആഗോള വിപണിയിൽ വില കുതിക്കും, അമേരിക്കയിലും പെട്രോൾ വില ഉയരും, ലോക സാമ്പത്തിക പ്രതിസന്ധി തന്നെ വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? റഷ്യയിൽ നിന്നും എണ്ണ മേടിച്ച് അതിവിടെ റിഫൈൻ ചെയ്ത് യൂറോപ്പിലോട്ട് മറിച്ചടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഈ GCC രാജ്യങ്ങളിൽ നിന്നും എണ്ണ പോകാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിന് ഏത് രാജ്യത്തിൽ നിന്ന് എണ്ണ മേടിക്കാൻ പറ്റും? റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം മേടിച്ചാൽ അത് വലിയ നാണക്കേടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിലോട്ട് എണ്ണ കൊടുക്കാൻ പറ്റുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം റഷ്യയുടെ എണ്ണ ഡയറക്റ്റായിട്ട് യൂറോപ്പ് മേടിക്കില്ല, മറിച്ച് റഷ്യയുടെ എണ്ണ ഇന്ത്യ മേടിച്ച് അത് സംസ്കരിച്ച് ഇന്ത്യയുടെ എണ്ണ ആണെന്ന് പറഞ്ഞ് യൂറോപ്പിലോട്ട് മറിച്ചടിക്കും. അങ്ങനെ യൂറോപ്പ് നിരന്തരം എണ്ണ മേടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്നും എണ്ണ പോകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ യൂറോപ്പിലേക്ക് എണ്ണ പോകണം. എവിടെ നിന്ന് പോകും? ഇന്ത്യയിൽ നിന്ന് പോകും. അതിന് എണ്ണ എവിടെ നിന്ന് വരണം? ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വരണം. യൂറോപ്പിലോട്ട് എണ്ണ പോയില്ലെങ്കിൽ, ഗ്യാസ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? യൂറോപ്പ് തകരും. യൂറോപ്പിലേക്കുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഗ്യാസ് റഷ്യ കുറച്ചു എന്നല്ല, സമ്പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ഗ്യാസ് റഷ്യ നമുക്ക് തരാൻ പോവുകയാണ്. കാരണം ഖത്തറിൽ നിന്ന് നമുക്ക് എണ്ണ വരുന്നില്ല, ഗ്യാസ് വരുന്നില്ല, എണ്ണയല്ല ഗ്യാസ് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഖത്തറിൽ നിന്ന് ഗ്യാസ് വരാത്തത് കൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ഗ്യാസ് കൊടുക്കേണ്ടതിന് എന്താണ്? നമുക്കാണ് ഗ്യാസ് റഷ്യ ഇപ്പോൾ തരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് യൂറോപ്പ് പട്ടിണിയിലാവാതിരിക്കാൻ ട്രംപിന് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങണം. അതുകൊണ്ട് ജാള്യത മറച്ചു വെച്ചുകൊണ്ട് ട്രംപ് പറയുകയാണ്, എണ്ണയൊക്കെ മേടിച്ചോ എന്ന് പറയുകയാണ്. പക്ഷേ ഇവൻ്റെ അനുവാദം നമുക്ക് വേണ്ട. കഴിഞ്ഞ മാസവും ഈ മാസം കഴിഞ്ഞ ദിവസം വരെയും ഏറ്റവും കൂടുതൽ എണ്ണ ഒരു ദിവസം റഷ്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിനൊന്നും സുഡാപ്പി വാണങ്ങൾക്കും മറുപടിയില്ല, കമ്മി വാണങ്ങൾക്കും മറുപടിയില്ല. അതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്യും? ശൂലം, ഭ്രൂണം, ഗർഭിണി, ചാണകം, ഗോമൂത്രം എന്നിങ്ങനെയുള്ള ഇത്യാദി കമൻറ്റുകൾ വാരി വെതറുക എന്നുള്ളതാണ് ഇവന്മാരുടെ പരിപാടി എന്ന് പറയുന്നത്. ഡാഡിലെസ് മക്കൾസ്. അപ്പോൾ ശരി.